അദ്ദേഹത്തിന്റെ പതിവായുള്ള പ്രവൃത്തി വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടു ചെല്ലുകയും മുകളിലാകുമ്പോൾ കൈവിടുകയും കല്ല് സ്വയമേവ കീഴ്പോട്ട് ഉരുണ്ടുപോകുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയുമാണ്. ഇദ്ദേഹത്തിന്റെ ഉപജീവനം ഭിക്ഷയെടുത്തു തന്നെയായിരുന്നു. കയ്യിൽ ഒരു ചെമ്പു പാത്രമുണ്ട്. ഭിക്ഷയാചിച്ച് അന്നന്ന് കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വച്ച് സ്വയം പാകം ചെയ്ത് ഭക്ഷിക്കും. സ്വയം പാക ഭക്ഷണമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് പതിവില്ല. അത് ഒരു നേരമേ ഉള്ളുതാനും. ഊണു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. നേരം വെളുത്താൽ പുറപ്പെടും. ഉച്ചവരെ കല്ല് മലയിൽ ഉരുട്ടിക്കയറ്റുകയായി. പിന്നെ ഭിക്ഷയാചിക്കും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഇദ്ദേഹം ഒരു ശ്മശാനത്തിൽ ചെന്നു ചേർന്നു. അത് ഒരു ശവദാഹം കഴിച്ച് ജനങ്ങളെല്ലാം പോയ ഉടനെ ആയിരുന്നതിനാൽ അവിടെ ധാരാളം തീയും മുറിക്കൊള്ളിയും ഉണ്ടായിരുന്നു. ഇതു കണ്ടു നാറാണത്ത് ഭ്രാന്തൻ സ്വയം പാകത്തിന് ഇവിടെ തന്നെ തരം എന്ന് നിശ്ചയിച്ച്